ഇപ്പൊ നിങ്ങളെ കറി അത്ര ടേസ്റ്റ് വേണ്ട. ഈ ടാസ്കില് ഈ പിങ്കി തന്നെ ജയിക്കും. റബ്ബേ, ഇവളെത്ത കാട്ടണത്? ഉപ്പ് കലക്കേ. കറിയിലെ ഉപ്പ് നന്നായിട്ട് അങ്ങോട്ട് കലക്കാം. സായി സാറേ ഇവളുമാരെ ഇട്ട് പൊരിക്കും. പഠിച്ചോനെ, നീ ഇപ്പൊ എന്താ ചെയ്യാ? ചിഞ്ചു, നിങ്ങൾ ഈ വിവരം ദയവ് ചെയ്ത് ടീച്ചറോട് പറയരുത്. അവരെന്റെ പപ്പയെയും മമ്മിയെയും ഒക്കെ വിളിപ്പിക്കും. വിളിപ്പിക്കണല്ലോ, അപ്പോഴല്ല എന്റെ ഈ തനി സ്വഭാവമൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ എല്ലാവർക്കും. അതെ, എല്ലാവരും ഒന്ന് അറിയട്ടെ നിന്റെ സ്വഭാവം. വേറെ മുമ്പിൽ ഞാൻ നല്ല ആളായി നടക്കല്ലേ. ടീച്ചറോട് എന്തായാലും ഞങ്ങൾ വിവരം പറയും. പ്ലീസ്, ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. എന്റെ പപ്പ ഈ വിവരം എങ്ങാനും അറിഞ്ഞാൽ എനിക്ക് ആകെ നാണക്കേടാ. ശരി, അപ്പൊ എനിക്ക് ഈ ചിന്ത ഒന്നും ആദില്ലേനാ ചേട്ടാ അതൊക്കെ കാട്ടിക്കൂട്ടിയത്? അത് പിന്നെ ഞാൻ ഇത്തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം അല്ലേ ചിഞ്ചു? അത് ശരി, ഓക്കത്തിനെ ക്ഷമിച്ചു കൊടുക്കണത് എത്ര തവണ ഓളിമാനി പരിപാടി കാട്ടിയിട്ടുണ്ട്. ഏതായാലും ഇത്തവണത്തേക്ക് ക്ഷമിച്ചു കൊടുക്കാം അല്ലേ? എത്ര വട്ടം ഒക്കെ അങ്ങനെ ക്ഷമിച്ചു കൊടുത്തത്? ഇനി ഓള് നന്നാവുന്നില്ല. ഇനി എന്താ ഉറപ്പ്? ഇനി ഇമ്മാതിരി ഉടായി പറക്കിയാലേ ഞങ്ങളുടെ സ്വഭാവം മാറും. ഇല്ല, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. സോറി. ഞാൻ എന്നെ കണ്ടും കൂട്ടി വിശ്വസിച്ചോണേ ഇതാണ് കരുതണ്ട. എന്റെ സ്വഭാവം ഇച്ച് നല്ലോണം പുടിയാണ്ട്. ഇമ്മാതിരി വരെ പരിപാടിയിട്ടും മറ്റു വാജി അബുവിന്റെ സ്വഭാവം ശരിക്കും അറിയും. ഇവളുമാരൊക്കെ വിചാരം ഞാനിവരെ പേടിച്ചിരിക്കാന്നാ. ഇത്തവണത്തേക്ക് രക്ഷപ്പെട്ട് കാണിച്ചു തരാൻ ഞാൻ നിങ്ങൾക്ക്. നിങ്ങളെ ഇട്ട് വട്ടം കറക്കലായി എന്റെ ജോലി. അത് ഞാൻ മാറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ചിഞ്ചുവും ഗ്യാങ്ങും ഒരു മണ്ടന്മാര് തന്നെയാ. അവരെന്നെ വിശ്വസിച്ചല്ലോ. അബു എന്താ നിന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇതൊക്കെയുണ്ട്, ഞാനേ പിന്നീട് പറയാം. പിങ്കി, നീ വേറെ വല്ല പണി ഒപ്പിച്ചോ? അതെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിക്കണ്ട കേട്ടോ. പ്രശ്നം ഉണ്ടാക്കാനും അതിന്ന് ഊരി പോരാനൊക്കെ എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട. നീ എന്താ പിങ്കിയെ പറ്റി വിചാരിച്ച്? നിനക്ക് അവളെ കുറിച്ച് എന്തറിയാം? അങ്ങനെ നീ പറഞ്ഞു കൊടുക്കടി അവക്ക്. മിസ് എന്തിനാണ് അവ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്തെങ്കിലും കാര്യം പറയാനുണ്ടാകും, അപ്പോഴാണല്ലോ ഇങ്ങോട്ട് വിളിപ്പിക്കാറ്. എന്താ എല്ലാരും ഭയങ്കര ചർച്ചയിലാണല്ലോ, എന്താ കാര്യം? ഒന്നുമില്ല മിസ്സേ. മിസ് എന്തിനാ വിളിപ്പിച്ചേ? എന്തെങ്കിലും കാര്യം പറയാനാണോ? നിങ്ങൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാ. കോഴി ബിരിയാണി കൊടുക്കണ്ട? ആ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. പക്ഷേ കോഴി ബിരിയാണി ഞങ്ങൾ കൊടുക്കില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ദാബു, നിനക്കറിയില്ല ഉണ്ടാക്കാൻ? ഓൻ ഉണ്ടാക്കിയ പിന്നെ അതെ ഇവിടെ വല്ല പൂച്ചൊക്കെ പട്ടിക്കെട്ട് കൊടുക്കേണ്ടി വരും. ഇന്നത്തെ നമ്മുടെ ക്യാമ്പിന്റെ സബ്ജക്ട് അതാ. ബിരിയാണി ഉണ്ടാക്കേ? എന്താ ഉണ്ടാക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചിക്കനും അതിനുള്ള സാധനങ്ങളും എല്ലാം തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വിഭവവും ഉണ്ടാക്കാം. പിന്നെ ഇത് 2 ഗ്രൂപ്പുകളായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഗ്രൂപ്പിന്റെയാണോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അവർക്കായിരിക്കും പോയിന്റ് കൂടുതൽ കിട്ടുക. അത് നല്ലൊരു ഗെയിമാണല്ലോ. ഗെയിം മാത്രമല്ല, ഇന്ന് ഉച്ചത്തേക്കുള്ള ഫുഡും അത് തന്നെയാ. ചോറ് മാത്രമേ ഇവിടുന്ന് തരത്തുള്ളൂ, ബാക്കി നിങ്ങൾ ഉണ്ടാക്കണം. പിങ്കി, കൃത്തിക്ക് ഇവിടെ? അവനിപ്പോഴും കിടന്നിറങ്ങാം മിസ്സേ, അവൻ എണീച്ചിട്ടില്ല. ഇവയൊക്കെ പെട്ടിയും കിടക്കെ എടുത്തു വന്നത് ഇവിടെ കിടന്ന് ഉറങ്ങാനായിരുന്നോ? എന്തിനാണോ ഇവനക്ക് സ്കൂളിലോട്ട് വരുന്നത്? വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ? അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കിച്ചണിൽ ഇരിപ്പുണ്ട്. എല്ലാവരും അങ്ങോട്ട് പോയിക്കോ. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? നിങ്ങൾ റെഡിയാണ് മിസ്സേ? ഞങ്ങൾ റെഡി. എന്നാ വേഗം പൊക്കോ, 1/2 മണിക്കൂർ സമയമേ ഉള്ളൂ. അയ്യോ, വേഗം പോലെ എല്ലാരും. ചിക്കൻ കറി ഞങ്ങൾ കൊണ്ടുപോകും ടീച്ചറെ. നമുക്ക് നോക്കാം ആരുടെ ചിക്കൻ കറിയാ കൂടുതൽ അടിപൊളിയെന്ന്. ചിക്കൻ കറി ടേസ്റ്റ് കൂട്ടാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ചിഞ്ചു, നീ ചിക്കൻ കറി നന്നായിട്ട് ഉണ്ടാക്ക്. നിങ്ങൾ രണ്ടാളും എന്താ ഇവിടെ കണ്ണു വെച്ച് നിൽക്കുന്നേ? വേഗം പോയി ജോലി ചെയ്യാൻ നോക്ക്. എനിക്ക് ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. എനിക്കറിയില്ല. എനിക്ക് കുറച്ചൊക്കെ അറിയാം. എന്നാ നീ പോയി ഉണ്ടാക്ക്. എനിക്ക് കിച്ചണിൽ കയറാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കലല്ലേ എന്റെ പണി. പിന്നെ ഈ ടാസ്കിൽ നമ്മൾ തോറ്റത് തന്നെ. തോൽക്കുമോ ജയിക്കുമോ എന്നുള്ളതൊക്കെ നീ നോക്കി നിന്ന് കണ്ടോ. നമുക്ക് എടുക്കാം. ഇത് ശരിയാ, ഇവിടെ സൗകര്യം കൂടുതലല്ലേ. നീ ചിക്കൻ കട്ട് ചെയ്യോ? ചിക്കന് ഞാനോ? എന്താ നീ കട്ട് ചെയ്ത മുറിയില്ലേ? അത് പിന്നെ എനിക്കറിയില്ല. ഇത് ശരി, അപ്പൊ പെരിയിൽ ഇമ്മ ഉണ്ടാക്കണത് തിന്നാൻ തൊള്ള തുറക്കലേ ഉള്ളൂല്ലേ? അത് പിന്നെ ഞാൻ. എന്നാ പിന്നെ നീ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്ക്. പേസ്റ്റിന്റെ അടുത്തുണ്ടേ, ഞാൻ രാവിലെയും കൂടി പല്ല് തേച്ചിട്ടുള്ളൂ. ഇവന്റെ മട്ടും ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ഇവൻ ഒറ്റയ്ക്ക് വെക്കുന്നു. ചിക്കൻ കറിന്റെ ഒരു ABC എനിക്ക് അറിയില്ലാന്നേ ഇപ്പഴാ മനസ്സിലായത്. അബു, എന്റെ ഒരു കഥ. എനിക്കിപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെ ഇത് അങ്ങോട്ട് ഉണ്ടാക്കിക്കോ. എന്തേ? എന്നാ പിന്നെ വിഷ്ണു ഉണ്ടാക്കിക്കോ. അത് പിന്നെ നിങ്ങളിവിടെ 3 പെണ്ണുങ്ങളുള്ളപ്പോ ഞാൻ പിന്നെ എന്തിനുണ്ടാക്കണ്ടേ? അത് ശരി, പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാ കുക്കിങ്? അത് ശരി, സ്വന്തമായിട്ട് എന്തെങ്കിലും വയറ്റിലോട്ട് പോകണമെങ്കിലേ കുക്കിംഗ് പഠിക്കണം. ഞാനായാലും പെണ്ണായാലും. വിഷ്ണു, ഇവര് വെല്ലുവിളി കേട്ടിട്ടേ ഇച്ചിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് രണ്ടാക്കും ഉണ്ടാക്കിയാലോ? ഞാൻ റെഡി. ഇവൾക്കൊരു ധാരണ ഉണ്ട്, പെണ്ണുങ്ങൾക്ക് മാത്രമേ കുക്കിംഗ് ഒക്കെ അറിയുള്ളൂ എന്ന്. എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും ഉണ്ടാക്കിക്കോളി. ഈ ചിക്കൻ വേണ്ടവര് പിടിച്ചോ. ഋത്തിക്ക്, നീ വേണേ മുറിച്ചോ. ഇത് ഇടി മനമേ, ഞാനൊന്നും മുറിക്കില്ല. നീ വേണേ മുറിച്ചോ. പിന്നെ എന്റെ കൈയാകെ മാറും, ഞാൻ ഇതൊന്നും തൊടില്ല. ഇത് ഉണ്ടാക്കി തന്നാലും വായിലോട്ട് ഉരുട്ടി വിടുമല്ലോ, അപ്പൊ നിനക്ക് മണമൊന്നുമില്ലേ? നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. രണ്ടാളൊന്ന് നിർത്ത്. അവരെ കുക്കിംഗ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞാണോ? ശരിയാ, നമ്മളിങ്ങനെ മയക്കുണ്ടാക്കി ഇരിക്കത്തേ ഉള്ളൂ. ഇത് താ പിങ്കി, ഞാൻ കട്ട് ചെയ്തോളാം. ഇത് കട്ട് ചെയ്യാനേ സിമ്പിൾ പരിപാടിയാ. ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. നിങ്ങളെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിത്താ. എനിക്കൊന്നും അറിയില്ല വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യാൻ. എന്റെ കൈയൊക്കെ മുറിയും. ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ചിക്കൻ ഒന്നും വേണ്ട, വേറെ എന്തെങ്കിലും മതി. പിന്നെ ഗാർലിക് ചിക്കൻ ആക്കാം. ഹൈദരാബാദി ചിക്കൻ മതി.
അതെങ്ങനെയാ ഉണ്ടാക്കുക നിനക്കറിയോ? അത് പിന്നെ ചിക്കനിലോട്ട് കുറച്ച് വെള്ളം ഉപ്പിട്ട് വെച്ചാ പോരെ? ഉപ്പും വെള്ളം ഒഴിച്ച് വെക്കാനത് എന്താ ചിക്കൻ ഉപ്പിലിടുക? ഒരു കുന്തോ അറിയില്ല, ഒന്ന് മിണ്ടാണ്ടിരിക്കെ. ഞാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും കാണിക്ക്. നീ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ശരി, ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്ക്. ഞാൻ ചിക്കൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കി പരിപാടി നോക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ആണെന്ന് ഉറപ്പായല്ലോ അല്ലേ? അത് മതി, അതാവുമ്പോ ഒരു വെറൈറ്റി ആയല്ലോ. വെളുമാരെ എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കട്ടെ. ബട്ടർ ചിക്കന് ഫ്രഷ് ക്രീം വേണ്ടേ? ആ അത് ശരി, അപ്പൊ ബട്ടർ ചിക്കൻ ആണല്ലേ ഉണ്ടാക്കുന്നേ? ബട്ടർ ചിക്കൻ ഞാനേ ബിറ്റർ ചിക്കൻ ആക്കി തരാടി. എല്ലാരും വേഗം നോക്ക്. സമയം ഇപ്പൊ തന്നെ 15 മിനിറ്റ് കഴിഞ്ഞു. നീ എന്താ കണ്ണും വെച്ച് നിൽക്കുന്നേ? വേഗം നോക്ക്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇപ്പോഴേ ഒന്ന് സമാധാനമായേ. അത് ശരി, നീ ഇത്രയ്ക്ക് ഉഷാറായിരുന്നോ? പിങ്കി, കറി ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ആ, ഞാൻ ടേസ്റ്റ് ചെയ്യാതെ പിന്നെ ആദ്യം ആര് ടേസ്റ്റ് ചെയ്യാനാ? ഓ മൈ ഗോഡ്. പിങ്കി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കറി കൊള്ളത്തില്ലേ? എന്റെ ദൈവമേ, ഞാൻ ഇത്രയും നല്ലൊരു ചിക്കൻ കറി ഇതുവരെ കഴിച്ചിട്ടില്ല. ആണോ? ഇത്രയ്ക്ക് ടേസ്റ്റ് ആണോ? പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അങ്ങനെ അഭിപ്രായം പറയണ്ട, നിനക്കേ അത് മൊത്തം തീർക്കാനല്ലേ. ഒതിയൻ. അയ്യോ, ഒരു പണിക്കും വരാതെ നീ കഴിച്ചില്ലേ, പിന്നെ എനിക്കെന്തോണ്ട് കഴിച്ചൂടാ? പൊന്നു പിങ്കി, അവന് കുറച്ച് കഴിച്ചോട്ടെ. ഓ മൈ ഗോഡ്, ഫാന്റാസ്റ്റിക് റെസിപ്പി. ഈ ടാസ്കിൽ ഇനി ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ എനിക്ക് എന്റെ ട്രിക്ക് ഉപയോഗിച്ചേ പറ്റൂ. ആഹാ, ചിക്കൻ കറി അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ശരിയാക്കി തരാൻ. ഓ, ഈ കറിയുടെ മണം കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. കൊച്ചൊന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ. എന്റെ കർത്താവേ, ഇത് കഴിച്ചപ്പോയാ ആ റീനുവിന്റെ കറി ഒന്നിനും കൊള്ളത്തില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഈ ടാസ്കിൽ എന്തായാലും ഞങ്ങൾ തോൽക്കും. ഇങ്ങനെയെങ്കിൽ ഈ കറി കൊളമാക്കണം. അപ്പൊ ശരിയാക്കി തരാം. ഇതൊക്കെ അവിടെ പണി. കുറച്ച് തോനെ ഉപ്പ് ഇവിടെ കിടക്കട്ടെ. റബ്ബേ, ഓളാ കറി നിന്നും കോളാക്കിയല്ലോ. ഇത്ത കാട്ടുക. ഇപ്പോളെ ഞാൻ ചിഞ്ചുനോട് പറഞ്ഞതാ ഓളെ നമ്പാൻ പറ്റൂലെന്ന്. ഇപ്പൊ ഓൾക്കാർക്കും കേൾക്കാൻ പറ്റില്ലേന്. ഇപ്പൊ അനുഭവിച്ചല്ലോ. ഞാൻ കാണിച്ചടി പിങ്കി. ഇപ്പോഴേ ഒന്ന് സമാധാനമായി. അങ്ങനെ ഇപ്പൊ നീയൊന്നും ജയിക്കണ്ട. അങ്ങനെ പറ്റി ഫസ്റ്റ് മേടിച്ചാന്ന് വിചാരിച്ചണ്ട. കാണിച്ചാൽ എനിക്ക് ഞാൻ 2 ചിക്കൻ കറിയും കൂടി ഞാൻ മാറ്റി വെക്കണം. എന്നിട്ട് കാണാൻ എന്റെ കളി. ഇപ്പൊ യബുവിനെ പറ്റി വിചാരിച്ചത് ഇനി അങ്ങനെ അങ്ങോട്ട് പൊട്ടനാക്കാനോ? അതിനെ ഈ ഒരു ജന്മം കൂടി ജനിച്ചേണ്ടി വരും. ആഹാ, എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ. അബു ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളെ ജയിക്കും മിസ്സേ. കാണാടാ അബു, നീ ഇപ്പൊ ഇവിടെ കിടന്ന് കരയുന്നത്. എത്ര പിങ്കേജ് നിന്ന് കുസു 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 അറിയണ്ടേ? ഒന്നുമില്ല, നിങ്ങളെ ചിക്കൻ കറി കാണാൻ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞതാ. നിങ്ങളെ ചിക്കൻ കറി കാണാൻ മാത്രല്ല തിന്നാനും നല്ല അടിപൊളിയാ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അറിയിപ്പൊ ഇവരെ 2 ആട്ടും. അബു നിന്ന് കരയുന്നതൊന്ന് കാണണം. വാവ്, ഫാന്റാസ്റ്റിക്. ഇത്രയും നല്ലൊരു ചിക്കൻ കറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ. ആരാ ഇത് ഉണ്ടാക്കിയത്? നിങ്ങൾ എല്ലാരും കൂടി ഉണ്ടാക്കിയതാ സാറേ. ഏതായാലും നന്നായിട്ടുണ്ട്. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? സാറിനെന്താ രുചി നോക്കാനൊന്നും അറിയില്ലെന്നാ തോന്നുന്നേ. ഇല്ലെങ്കിൽ ഇത്രയും ഉപ്പുള്ള കറി എങ്ങനെ കൂട്ടാൻ കഴിയും? ഏതായാലും ഇത് കഴിക്കുമ്പോ കാണാം. സാറ് ഞങ്ങൾ അഭിനന്ദനം കൊണ്ട് മൂടും. സാർ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എന്താ ഇത്? എന്താ സാർ, കൂടുതൽ നന്നായി പോയോ? പിങ്കി, ഇത് വായ വെക്കാൻ കൊള്ളൂ. ഇതൊരു അഴുക്ക കറിയാ ഇത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. യാ, എന്തൊരു ഉപ്പാ ഇത്. ഇതെങ്ങനെ കഴിക്കാൻ പറ്റുക? ഇത്രയും വൃത്തികെട്ടൊരു കറി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുക. പിങ്കി, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നേ. യോ, അതെന്ത് പറ്റിയതാ? എന്താ വിചാരിച്ചത്? ഇജയ് മനസ്സിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണും മോളെ. എന്നിട്ട് പണി തരാന്ന് കരുതിയല്ലേനാ. അപ്പൊ തിരിച്ചിട്ടിപ്പോ സന്തോഷമായല്ലോ. ഇപ്പൊ നീ എന്നില്ലടാ ഇതിന്റെ ഒക്കെ പിന്നില്. ഡേഡി, ഞാൻ തന്നെ. ഇപ്പൊ വിന്നേഴ്സിനെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ജു ആൻഡ് ടീം, നിങ്ങൾ 10 പോയിന്റ്സ് നേടിയിരിക്കുന്നു. അടുത്ത മത്സരത്തിലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കണം, കേട്ടല്ലോ.